ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ കല്യാണ വ്ളോഗ്സിൻ്റെ ഇടയിലാണ് എൻ്റെ ഈ ഫ്ലൈറ്റ് ജേർണി ഞാൻ ഇടുന്നത് കേട്ടോ. കാരണം ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ന്യൂസിലൻഡിലെത്തിയിട്ട് തിരിച്ച് ആദ്യമായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. അതും ഒരു കൊല്ലം ആവുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അപ്പം ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പം എനിക്കൊരു വ്ളോഗ് എടുക്കണമല്ലോ എന്തായാലും. അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതും ഒറ്റയ്ക്കാട്ടോ. അതായത് ഇൻവർക്കാറിൽ ടു ക്രൈസ്റ്റ് ചർച്ച് ഞാൻ ഒറ്റയ്ക്കാണ്. അവിടെ നിന്ന് അപ്പുവേട്ട ജോയിൻ ചെയ്യും. അപ്പം ഞാൻ പോകുന്നത് കുട്ടികളുടെ കല്യാണം പ്ലസ് അപ്പോഴത്തെ എൻഗേജ്മെൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ന്യൂസിലൻഡിലേക്ക് തിരിച്ചു വന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട് എനിക്ക്. പക്ഷേ അതേസമയം ഞാൻ തലേ ദിവസം വരെ ഞാൻ പോവോ ഇല്ലയോ എന്നായിരുന്നു. അപ്പോൾ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്തൊന്നും കാണില്ല ആ ഒരു ടെൻഷൻ കാരണം. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അപ്പം അജു, സിദ്ധു, ഹരി, അഞ്ചേച്ചിയെ കൂടെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കാണുന്നത്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. ഇവിടുന്ന് കയറുമ്പം എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു വ്യൂവും കാര്യങ്ങളൊക്കെ. പക്ഷേ അത്രത്തോളം അങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ വന്നില്ല. പിന്നെ അവിടെ എനിക്ക് കയറിയപ്പം കിട്ടിയത് കുക്കീസും വെള്ളമായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫുഡെന്ന് പറയുന്നത്. ഇനി ബാക്കി ക്രൈസ്റ്റ് ചർച്ചിലെത്തി. അങ്ങനെ ക്രൈസ്റ്റ് ചർച്ച് എത്തി. അപ്പോഴത്തെ കണ്ടു. ലാസ്റ്റ് ഞങ്ങൾ കണ്ടത് നവംബറിലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇത്തവണ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കല്യാണ വിശേഷങ്ങൾ, എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഒട്ടും ഒന്നും ബോറടിച്ചതേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ചെന്നു. ഏത് സിനിമ കാണുമെന്ന് ഞാൻ കൺഫ്യൂസ്ഡായിരുന്നു. പിന്നെ ഞാൻ വാലാട്ടിയാണ് കണ്ടത്. ആദ്യമൊന്നും ഇഷ്ടമായില്ല, പിന്നെ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും അടുത്ത ഫുഡ്, ഏത് ഫുഡായിരിക്കും കിട്ടുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എപ്പോഴും. അങ്ങനെ ആദ്യം കിട്ടിയത് മാഷ്ഡ് പൊട്ടറ്റോയും വെജിറ്റബിൾസും ചിക്കനൊക്കെ ആയിരുന്നു. ഈ കാണുന്ന പോലെ തന്നെ നല്ലോണം ഇഷ്ടമായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വാലാട്ടി മൂവി കണ്ട് തീർത്തു. പിന്നെ അടുത്ത ഫുഡ് വന്നു. അതും അടിപൊളി ഫുഡായിരുന്നു ഇത്തവണത്തെ. അത് കഴിഞ്ഞ് ഞാൻ ക്രൈസ്റ്റ് ചർച്ച് ടു സിംഗപ്പൂരിലേക്കുള്ള ഒരു ജേർണി ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂർ എത്തി. അവിടെ ഞങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരം കാത്തൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ കയറി. അവിടെ കിട്ടിയത് എന്തായിരുന്നു, റൈസും അവിയലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതൊരു പക്ഷേ എല്ലാം അടിപൊളി ഫുഡായിരുന്നു തിരിച്ച് നാട്ടിൽ പോകുന്ന സമയത്ത്. പിന്നെ വിളിക്കാൻ വന്നത് സുജവലിമയും സുധീഷ് ലീച്ചയും, അതായത് അപ്പോഴയുടെ അച്ഛനും അമ്മയും, അതായത് എൻ്റെ അച്ഛൻ്റെ ഏട്ടനും വൈഫും. അപ്പോൾ ഒരു കൂട്ടർ വന്നാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും അപ്പോഴത്തെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവിടുത്തെ ഫംഗ്ഷൻ കിങ്ങിൻ ചേച്ചിയുടെ കല്യാണത്തിന് വരാത്തതുകൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് പോയി എന്നെ റോട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ കുട്ടുമായിട്ട് എന്നെ വിളിക്കാൻ വന്നു. കൂടാതെ ഞാൻ സിംഗപ്പൂർ എത്തിയപ്പോൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു എനിക്ക് എന്തായാലും NMR ബിരിയാണി വേണമെന്ന്. അപ്പോൾ അച്ഛൻ എനിക്കും അപ്പോഴത്തേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് അച്ഛനും അമ്മയും കൂടിയും വന്നു. അപ്പോൾ അച്ഛനും അമ്മയാണ് ഈ ഫ്രണ്ട് പോകുന്നത്, ഞാൻ കുട്ടുമായിട്ടും ബാക്കിൽ. അപ്പോൾ നേരെ പോകുന്നത് തറവാട്ടിലേക്കാണ്, സായുജിയിലേക്കാണ്. ഇതാണ് കല്യാണ വീട്. ഇവിടെയാണ് എൻ്റെ കുറേ മെമ്മറീസ് ഉള്ളത്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഇവിടെ ബാക്കിയുള്ളവരൊക്കെ വെക്കേഷൻ വരികയാണെങ്കിൽ ഞാനും കുട്ടുമായിട്ടാണ് ഇവിടെ വളർന്ന ആൾക്കാർ. അപ്പം ഇവിടെ അച്ഛമ്മ ഉണ്ടായിരുന്നു. അച്ഛമ്മ 2019 മരിച്ചത്. അപ്പോൾ അച്ഛമ്മയായിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ അറ്റാച്ച്ഡാണ്. കാരണം ചെറുപ്പം മുതലേ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കുരുത്തക്കേട് കാണിച്ചാൽ അച്ഛമ്മയാണ് എല്ലാവരും ചീത്ത പറയുക. അപ്പോൾ ഇവിടെ ചന്ദ്രലിച്ച, കുട്ടുവേട്ട, പിന്നെ അച്ഛമ്മ, പിന്നെ ഞാനും അമ്മയും അച്ഛനും. അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ. പിന്നെ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് മാറിയെങ്കിൽ ഞാൻ മിക്കവാറും വീക്കിലി അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ ആരുടെയും റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഉറക്കത്തിലായിരുന്നു, മീൻസ് കാത്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് കയറി ഞാൻ NMR ബിരിയാണി കഴിച്ചു. NMR ബിരിയാണിക്ക് ഒരു മാറ്റമില്ല, പഴയ അതേ ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.